ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ തകർച്ചയുടെ ചരിത്രം പങ്കുവയ്ക്കാൻ വന്നതാണ്. വലിയ സങ്കടകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ ഉണ്ടായ തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഈ തകർച്ചയുടെ എല്ലാ സമയത്ത് ഞാനൊരു പ്രാർത്ഥനക്കാരൻ ബ്രദറിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. അദ്ദേഹം എനിക്ക് ദർശനത്തിലൂടെ ചില കൃത്യമായ ചില നിർദ്ദേശങ്ങളൊക്കെ, അതെല്ലാം കൃത്യമായിട്ട് നടന്നു കേട്ടോ. ചിലപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്നെനിക്കറിയില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനക്കാരൻ ബ്രദറിൻ്റെ അടുത്താണ്. എൻ്റെ 40 ലക്ഷം രൂപ അത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ചിരിക്കാം, ആ പാവത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ബ്രദറിൻ്റെ കയ്യിലാണ്. 3 മാസത്തേക്കൊന്ന് മറിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ്. പക്ഷെ ഇപ്പം ചോദിക്കുമ്പം പറയുന്നത് കർത്താവ് വെളിപ്പെടുത്തി തരും, പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പം അതുകൊണ്ട് പിതാവ് ഒന്ന് പ്രാർത്ഥിച്ച് ഇതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ആത്മീയത ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? ഒരാളെ കണ്ടിട്ട് കൊള്ളാം കേട്ടോ, പുള്ളി മിടുങ്ങനാ, നല്ല അഭിഷേകമുണ്ട് എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. ആ അച്ഛൻ നല്ല അച്ഛനാ, പക്ഷെ അഭിഷേകം ഇല്ല. അപ്പൊ പിന്നെ എന്നതാ ഈ അഭിഷേകം? ഈ അച്ഛൻ, ഈ അച്ഛനാണ് അഭിഷേകം. കാരണം എന്നാ, അദ്ദേഹം ദർശനങ്ങൾ കാണുന്നു, അദ്ദേഹത്തിന് വരങ്ങളും ദാനങ്ങളും ഉണ്ട്, അദ്ദേഹം കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നടക്കും. അങ്ങനെയെല്ലാം നമുക്ക് ആകപ്പാടെ സംശയമാണ്. ഇത് എന്നതാ ഈ ആത്മീയത ഉണ്ടെന്ന് പറയുന്നവരും ഇല്ലെന്ന് പറയുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞങ്ങൾ മെത്രാന്മാരെ അച്ഛന്മാരെ എല്ലാം ഭയപ്പെടുത്തുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും, പ്രവചിച്ച പാർട്ടികളോടൊക്കെ അല്ലേ, പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും, നിസ്സാര കാര്യം അത്, പിശാചുകളെ പുറത്താക്കുന്നത്, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയുന്ന വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ ഇവര് പിന്നെ എന്നാ ശക്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്? നമുക്കാകപ്പാടെ കൺഫ്യൂഷനാണ്. എന്താണ് ആത്മീയത? ആത്മീയത ഉള്ളവന്റെ ആത്മീയ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകാനൊക്കെയാ പറയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബ്രഹ്മചര്യം എല്ലാം പാലിച്ച് അച്ഛനുമായി മെത്രാനുമായി എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് എന്നോട് പറയുക, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ മിക്കവാറും സത്യാഗ്രഹം ഇരിക്കും കേട്ടോ. കാരണം ഞാൻ ഇനിയിപ്പോൾ എന്നെ എടുക്കാനാണ് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ചെന്നിട്ട് പറയുക, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, നീ എന്നെ അത്ഭുതം പ്രവർത്തിച്ചു. ആര്? എന്ത്? നിങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമവും ഇല്ല കേട്ടോ. ഇരിക്കുന്ന കണ്ടില്ലേ? സ്വർഗത്തിൽ പോകുന്ന പോലും ഒരു പ്രതീക്ഷയുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. സ്വർഗത്തിൽ പോകുന്ന ആഗ്രഹമുള്ളവന് ഈ പേടിയുള്ളല്ലോ. ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും അല്ലേ? അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിക്കും ആത്മീയ കാര്യങ്ങൾ തന്നെയാണോ? അതൊരു വലിയ ചോദ്യം കേട്ടോ. നമുക്കിതെങ്ങനെയാ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു മാനദണ്ഡം കിട്ടുന്നത്? കർത്താവാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല അല്ലേ? എന്നോട് ഈ അടുത്ത നാളൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ സത്യം പറ, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേറെ ചില മതങ്ങളിൽ കൃത്യം പറയുന്നുണ്ട് എന്നാ സംഭവം എന്ന്. നമുക്ക് എന്നെ ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞു എന്നതാ ഇത്? നമ്മൾ എന്നാ പറഞ്ഞു കൊടുക്കാതെ അവിടെ മുഴുവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി അങ്ങ് ഇരിക്കുക എന്നാ പറയുക. അവൻ പറയുന്നത് ഭയങ്കര ബോറാന്ന്. ഇവിടെ വേറെ നല്ല രസമുള്ള സ്വർഗങ്ങളൊക്കെയാണ് അപ്പുറത്ത് ഓഫർ ചെയ്യുന്നത്. ഇതും ഭയങ്കര ബോർ പരിപാടി. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ സ്വർഗമാണെന്ന്? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഞാൻ ചൊല്ലിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. മെത്രാനാണെങ്കിലും എനിക്ക് വലിയ പ്രത്യേക വെളിപാടൊന്നും കിട്ടിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, അതായത് കുഞ്ഞുനാളിൽ എൻ്റെ അപ്പൻ്റെ കയ്യെ പിടിച്ച് ഞാൻ നടക്കും. അപ്പൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ വഴക്ക് പിടിക്കും, അപ്പൻ എന്നെ കൊണ്ടുപോകണം. അമ്മ പറയും, ഇവിടെ നിൽക്കടാ, എനിക്ക് പോകണം, അപ്പൻ്റെ കൂടെ പോകണം. ആ സഹി കേട്ട് അപ്പൻ എന്നെ പിടിച്ചോണ്ട് പോകും. എങ്ങോട്ടായി അപ്പൻ പോകുന്നൊന്നും ഒരു പിടിയില്ല. പക്ഷെ ഞാൻ അങ്ങ് കയ്യെ പിടിച്ച് പോവുകയാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ അപ്പൻ എന്നെ കുഴപ്പത്തിലൊന്നും ചാടിക്കുകയല്ല.
നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. മോനെ, അതുപോലെയാണ് ഞാനും. മരിക്കുമ്പോഴത്തേക്കും ഞാനും കർത്താവിൻ്റെ കയ്യെ മുറുകെ പിടിച്ച് അങ്ങ് പോയേക്കാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവരെന്നെ പച്ചയായ പുൽത്തകിടികളിലേക്ക് മാത്രമേ നയിക്കൂ. ഇതൊക്കെ പറഞ്ഞാൽ ഈ ന്യൂജൻ പിള്ളേരുടെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഏതായാലും കർത്താവ് ഒരു മാനദണ്ഡം, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിലുള്ള ഒരു മാനദണ്ഡം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആത്മീയത ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് തോന്നുന്നു അതിന് കർത്താവ് നൽകുന്ന ഒരു മറുപടി ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്തു ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. അവിടെയും മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. എന്ന് വെച്ചാൽ മഴ പെയ്തില്ലെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടായില്ലെങ്കിൽ, കാറ്റൂതിയില്ലെങ്കിൽ പാറമേൽ പണിത ഭവനവും മണലിൽ പണിത ഭവനവും ഒരുപോലാണ്. നമ്മൾ നോക്കുന്നത് കണ്ടില്ലേ, മണലിൽ പണിത ഭവനം എന്നാ ഒരു കുഴപ്പം, എന്താ പ്രശ്നം? നല്ല കളർ, അകത്താണ് AC വെച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ മഴ പെയ്ത പ്രശ്നം, അവനെ കാറ്റൂതിയ പ്രശ്നം, പിടിച്ചു നിൽക്കുകയല്ല. അപ്പൊ എന്തോ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയും, ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയത ഉള്ളവനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അടിസ്ഥാനമുള്ളവൻ. അതെന്താണ്? ഈ കാറ്റും വെള്ളപ്പൊക്കെ ഉണ്ടാകുമ്പം തകർന്നു പോകാത്തവനാണ് ആത്മീയതയുള്ളത്. അത് തേടി നിങ്ങൾ എങ്ങും പോകണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും, അച്ചായന്മാരും അമ്മച്ചിമാരും ഒക്കെ കാണും നല്ല ആത്മീയതയുള്ളത്, നല്ല വിശുദ്ധനായ മനുഷ്യർ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മല പോലെ അങ്ങ് നിൽക്കുകയല്ലേ അപ്പൻ, അല്ലേ? നമുക്കത് പരിഹരിക്കാം. നമ്മുടെ അമ്മ, ഒരു കുഴപ്പമില്ല മക്കളെ, നമുക്കത് പ്രശ്നമില്ല, നീ വാ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു മനോഭാവം, അതിൽ വിശ്വാസത്തിന്റെ അംശം കൂടി കൂടുമ്പോൾ അതൊരു വലിയ ആത്മീയതയാണ് പറയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിന്റെ ഒരു ആത്മീയത നമ്മളത് പഠിക്കേണ്ടതാണ്. അനുദിന ജീവിതത്തിൽ ആത്മീയതയോടെ ജീവിക്കുന്നവൻ ധൈര്യമുള്ളവനാണ്. അവൻ ജീവിക്കാൻ ധൈര്യമുള്ളവൻ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, സുവിശേഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കുരിശെടുത്ത് രക്ഷ നേടാൻ ധൈര്യമുള്ളവനാണ് ആത്മീയതയുള്ളവൻ. കുരിശെടുത്ത് രക്ഷ നേടാൻ ധൈര്യമുള്ളവനാണ് ആത്മീയതയുള്ളവൻ. കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ ഏതെങ്കിലും രോഗങ്ങൾ മാറി, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സാമ്പത്തികം കിട്ടി, എൻ്റെ വിസ എല്ലാം അപ്രൂവ്ഡായി, ഇതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഏറെ വിസ അപ്രൂവ്ഡ് ആയില്ലെങ്കിലും, എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും, എൻ്റെ രോഗങ്ങളൊന്നും സുഖമായില്ലെങ്കിലും, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നേരെയായില്ലെങ്കിലും, പ്രത്യാശയോടെ ജീവിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുമ്പോൾ, അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള ആത്മീയത. അവൻ തളരുകയില്ല, അവൻ തളരില്ല, അവൻ നല്ല ധീരതയോടെ ജീവിക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ ധൈര്യം നൽകുന്ന ഈ ആത്മീയത സ്വന്തമാക്കണം. അതാണ് സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു നന്മയെന്ന് പറയുന്നത്, സമ്മാനം. മറ്റു മതങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, കുരിശിൽ നിന്ന് ഓടി ഒളിക്കാൻ നിന്നെ സഹായിക്കുന്നതല്ല ക്രൈസ്തവ വിശ്വാസം. കുരിശെടുത്ത് കുരിശിലൂടെ മഹത്വം കണ്ടെത്താൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. അതാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആത്മീയതയുള്ളവനും ആത്മീയതയില്ലാത്തവനും തമ്മിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ, കുറച്ച് വരങ്ങളുള്ളവരെല്ലാം ആത്മീയതയുള്ളവർ, വരങ്ങളില്ലാതെ സാധാരണ ജോലിയും ചെയ്ത് അന്നന്നേ അപ്പവും സമ്പാദിച്ച് കുടുംബം പോറ്റുന്നവനൊന്നും ആത്മീയതയില്ല. അവനാണ് ആത്മീയതയുള്ളത്. വിശ്വസ്തയോടെ കുടുംബജീവിതം നയിക്കുന്നവൻ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബം പോറ്റുന്നവൻ, മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കി വളർത്തുന്നവൻ, കുടുംബത്തിന് കാവലായിട്ട് നിൽക്കുന്നവൻ, അവനാണ് ആത്മീയതയുള്ളത്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. നമുക്ക്
പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ഈ ആത്മീയതയെ പല രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന ഒരു ദൈവം. പക്ഷെ ഈ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രശ്നവും മാറിപ്പോയില്ല. അവൻ രക്തം വിയർത്താണ് പ്രാർത്ഥിച്ചത്. എന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റി കൊടുത്തോ. എനിക്ക് ദൈവപിതാവിനോട് ഇപ്പോഴും എൻ്റെ പേരിൽ ഒരു ചകല സങ്കടമുണ്ട്. കൊടുക്കണ്ടായിരുന്നു. പ്രിയപുത്രൻ കരഞ്ഞു ചോദിച്ചതല്ലേ, കൊടുത്തില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഒരു മാലാഖ വന്നവനെ ശക്തിപ്പെടുത്തി, പക്ഷേ കുരിശു മാറ്റി കൊടുത്തില്ല. അതാണ് ക്രൈസ്തവ വിശ്വാസം. നമ്മളിങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുന്ന, നമുക്ക് ഏതാണ്ട് ഭയങ്കര മാജിക്കലായിട്ട് എന്തൊക്കെയോ തരുന്ന ഒരു ദൈവത്തെ മാത്രമായി നമ്മൾ കരുതുമ്പോൾ പലപ്പോഴും യഥാർത്ഥത്തിൽ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പണ്ടൊരു കൊച്ചു പ്രാർത്ഥിച്ചതുപോലെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ. എന്താണത്? കർത്താവേ, പപ്പായെ അനുഗ്രഹിക്കണമേ, മമ്മിയെ അനുഗ്രഹിക്കണമേ, ഇന്ത്യയുടെ തലസ്ഥാനം ബോംബെ ആക്കണേ. കാരണം ഇന്നലത്തെ പരീക്ഷയ്ക്ക് കൊച്ചിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? 3 ഉത്തരങ്ങളാണ് കൊടുത്തിരുന്നത്, കൽക്കട്ട, ബോംബെ, ഡൽഹി. കൊച്ചു പാവത്താൻ ബോംബെയാണ് ടിക്ക് ചെയ്തത്. ഇനി ആ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഇന്ന് രാത്രി തന്നെ കർത്താവ് ഇടപെട്ട് തലസ്ഥാനം മാറ്റി ബോംബെ ആക്കണം. കാരണം നാളെ രാവിലെ പുലർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടീച്ചർ മാർക്കിടും. അതിനു മുമ്പ് തന്നെ ഇത് സംഭവിക്കണം. ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പല പ്രാർത്ഥനകളും. നമ്മളിങ്ങനെ വലിയ കർത്താവിനെ ഒരു മാജിക്കുകാരനായിട്ടൊക്കെ നമ്മളങ്ങ് ചിത്രീകരിച്ചു. നമ്മൾ പറയുന്നതെല്ലാം ചെയ്തു തരുന്ന ഒരു ദാസനാക്കി നമ്മൾ കർത്താവിനെ മാറ്റി. കോവിഡ് അതിനെല്ലാം ഒരു തീരുമാനമാക്കി അല്ലേ? കോവിഡ് കാലത്ത് നമ്മളെല്ലാം എന്നാ ഒരു നിപ്പായിരുന്നു, ഒന്നും പിടികിട്ടുന്നില്ല അല്ലേ? എന്നെ ഈ സംഭവം ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചു നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരാളാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിച്ച്. പക്ഷെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അങ്ങനല്ല കേട്ടോ. എനിക്ക് എൻ്റെതായ പദ്ധതിയുണ്ട്. നിനക്കത് ഇപ്പം മനസ്സിലാവത്ത പോലും ഇല്ല. ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ വെളിപ്പെടുത്തുമായിരിക്കും. പക്ഷെ ഇപ്പം അറിയത്തില്ല. അങ്ങനെ നിന്നോ, അതിലൂടെ കടന്നു പോക്കോ. നീ വിചാരിച്ച എന്താ, ഞാനൊരു മാജിക്കുകാരൻ, നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു മാജിക്കുകാരനാണെന്നോ? അല്ല. എനിക്ക് എൻ്റെതായ പദ്ധതികളുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാലമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശക്തിക്ക് പരിമിതികളുണ്ടെന്നും ദൈവത്തിന് പദ്ധതികളുണ്ടെന്നും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് ഈ കോവിഡ് കാലം. അതാവശ്യമായിരുന്നു. കാരണം ആത്മീയതയിൽ പോലും നമ്മളങ്ങ് ദൈവങ്ങളാക്കി മാറ്റി. നമ്മൾ 9 ദിവസം പ്രാർത്ഥിച്ച ഉടനെ ഇന്ന കാര്യം അങ്ങോട്ട് സാധിച്ചു തരുന്നു. നമ്മൾ അവിടെ ചെന്ന് അത് പറഞ്ഞാൽ ഉടനെ എനിക്ക് ഇന്ന കാര്യം തരുന്നു, എന്നെ അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയെല്ലാം ഭയങ്കര നമുക്ക് നമ്മുടെ തന്നെ ശക്തി ഒരു വല്ലാത്ത വിശ്വാസമായി പോയി. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എല്ലാം അങ്ങോട്ട് ചെയ്തു തരും. എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞതുപോലെ, ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് എനിക്ക് നടത്തി തരും. എന്താണ്? കർത്താവേ, നീ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നീ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തുള്ളല്ലോ. അതെങ്ങനെയുണ്ട് ആ പ്രാർത്ഥന? കർത്താവേ, നീ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നീ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തുള്ളല്ലോ. അയ്യോ എൻ്റെ കർത്താവേ, അപ്പൊ നീ ആരപ്പോ? നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ട് കർത്താവ് അങ്ങ് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് വയറ്റിലെ 3 സെന്റ് ഭൂമി വേണം. അയ്യോ, അത് ഭയങ്കര പാടാണ്. അതാണ് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് കൊടുക്കുന്ന പറയുന്നത്. നമ്മളിങ്ങനെ ദൈവത്തെ ഇങ്ങനെ മാജിക്കുകാരനൊക്കെ ആക്കി കർത്താവ് ഇങ്ങനെ എല്ലാം തരുന്നു. ഇതാണോ പ്രിയപ്പെട്ടവരെ ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന ഒന്നല്ലേ?